ഹായ്, ഞാൻ സുധാമഴമേഘമാണ്. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോര് കാച്ചിയതാണ്. നമ്മൾക്ക് വയറിനൊക്കെ വല്ല പ്രോബ്ലം തോന്നുകയാണെങ്കിൽ ഈ മോര് കാച്ചിയത് ഒഴിച്ചിട്ട് ചോറുണ്ട് കഴിഞ്ഞാൽ വയറിന് നല്ല സുഖം കിട്ടുമെന്ന് പറയും. അത് ശരിയാണ്. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ചോറിന് നന്നായി തിരുമ്മി ആ ചോറ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ എല്ലാ അസ്വസ്ഥതയും മാറിക്കിട്ടും. ഇതിൽ വന്നിട്ട് നാളികേരം ഒന്നും ചേർക്കുന്നില്ല. അപ്പം അത് ശരീരത്തിന് നല്ലതുമാണ്. അപ്പം നമ്മൾക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ തൈര്, നല്ല കട്ട തൈരാണ്. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും പുളിപ്പിനനുസരിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പം ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് താളിച്ച് കൊട്ടാനായിട്ട് ശകലം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ മുളകാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക്. അത് വന്നിട്ട് വെള്ളയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു 2 ചുവന്ന മുളക്. ഇതൊക്കെ താളിച്ച് കൊട്ടാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് തൈരൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാൻ തൈരൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പുളിപ്പ് നോക്കട്ടെ, കറക്റ്റ് തന്നെയാണ്. ഇത്രയും വെള്ളം മതി. അപ്പം നമുക്ക് ഓരോരുത്തരുടെ പുളിപ്പിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഇതൊന്ന് താളിക്കുന്നത് കാണിച്ചു തരാം. ഇനി നമ്മൾക്ക് മോര് കാച്ചിയെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ, അതിനുശേഷം നമ്മൾക്ക് തുടങ്ങാം. അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി. ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് കാഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കോട്ടെ. അതിലേക്ക് നമുക്ക് ശകലം ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് പച്ചമുളകും ചുവന്ന മുളകും അതും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ മോര് കാച്ചിയത് മോരൊന്ന് വൃത്തിയായിട്ട് ഉടച്ച് വെക്കണം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ താളിച്ചതിലേക്ക് ആ മോരിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും പെട്ടെന്ന് ആകും ഇത്. നമ്മൾക്ക് ഒഴിച്ചു കറിയൊന്നും ഇല്ല പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ മോര് കാച്ചിയത് തയ്യാറാക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെന്തയപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ അടുത്തതായിട്ട് ശകലം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം. മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കിയത്. ഈ ചട്ടിൻ്റെ ചൂടിൽ നമ്മുടെ ഈ മോര് നന്നായിട്ട് പാകത്തിന് ചൂടായിക്കോളും. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങനെ പിരിഞ്ഞു പോകും. ഇതാ കണ്ടില്ലേ, ഒരുപാട് വെള്ളവും വേണ്ട, ഇത്ര പാകത്തിന് ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പുളിപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക്. എത്ര സിമ്പിളാണ് കണ്ടില്ലേ. നമ്മൾക്ക് ടിഫിനിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നന്നായിരിക്കും. ഇത് തിളയ്ക്കാനേ പാടില്ല. അപ്പം ഇവിടെ എല്ലാം സിമ്പിളാണ്.